Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഓൺലൈൻ കോച്ചിങ് നമ്മൾ സെപ്റ്റംബർ 6 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സിലബസിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവർ കാണുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കാൻ പോകുന്നത് നമ്മുടെ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷനും ടെലമെട്രി സിസ്റ്റം ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ സബ് ടോപ്പിക് ആയ ട്രാൻസ്ഡ്യൂസറും അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം എന്താണ് ഒരു ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, what is a transducer? The device which convert the one form of energy into another is known as transducer. അല്ലേ, ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജനറേറ്റർ തന്നെ എടുക്കാം. ജനറേറ്റർ എന്താണ്? ജനറേറ്റർ എന്ത് കൺവേർഷൻ നടക്കുകയാണ്? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി, അല്ലേ, വൺ ഫോം ഓഫ് എനർജീനെ വേറൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ജനറേറ്റർ ഒരു ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ നമ്മുടെ മൈക്കിൻ്റെ കോമൺ എക്സാമ്പിളായ മൈക്ക് നോക്കാം. മൈക്ക് എന്ത് ചെയ്യുകയാണ്? സൗണ്ട് എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡെഫിനേഷനും പറയാം. ഇറ്റ് ഇസ് എ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മളെ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. അത് എന്ത് കൺവേർട്ട് ചെയ്യാണ്? ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ആ ഒരു പ്രോസസ്സ് ഓഫ് കൺവേർഷനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി അപ്പോൾ എന്തൊക്കെയായിരിക്കും? ടെമ്പറേച്ചർ, പ്രഷർ, സ്ട്രെസ്, സ്ട്രെയിന്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതൊക്കെയാണ് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. ഇതിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഏതൊക്കെയായിരിക്കും? വോൾട്ടേജ്, കറണ്ട്, എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ എന്തിലോട്ടാക്കുക? ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റുക. ഓക്കെ, നമ്മുടെ ട്രാൻസ്ഡ്യൂസറിൻ്റെ അകത്ത് 2 പാർട്സ് ഉണ്ട്. മെയിൻലി കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. എന്തൊക്കെയാണ്? ഒന്ന് അതിൻ്റെ സെൻസിങ് എലമെൻറ്റ്, സെൻസർ അല്ലെങ്കിൽ ഡിറ്റക്ടർ, അല്ലെങ്കിൽ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ്. ഓക്കെ, ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പം 2 പാർട്സ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് പാർട്സ് സെൻസിങ് എലമെൻറ്റ്, സെൻസർ ഓർ ഡിറ്റക്ടർ, അല്ലെങ്കിൽ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഒരു സെൻസിങ് എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻസർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എന്ന് വെച്ചാൽ ചില ഡിവൈസാണ് വിച്ച് റെസ്പോണ്ട് ടു ഫിസിക്കൽ സ്റ്റിമുലസിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ സെൻസിങ് അല്ലെങ്കിൽ ഡിറ്റക്ടർ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ഗീവ് റെസ്പോണ്ട് ടു ദ ഫിസിക്കൽ സെൻസേഷൻ. ആ ഒരു റെസ്പോൺസ് ഓഫ് ദി സെൻസിങ് എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒരു ഫിസിക്കൽ ഫിനോമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പാർട്ടാണ് ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ്. അതെന്ത് കൺവേർട്ട് ചെയ്യുകയാണ്? നമ്മൾ സെൻസിങ് എലമെൻറ്റിലുള്ള ഔട്ട്പുട്ടിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻസിങ് എലമെൻറ്റിലുള്ള ഔട്ട്പുട്ടിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുക. നമുക്ക് നമ്മുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ. ഇൻപുട്ട് നമുക്ക് എന്തുവേണമെങ്കിലും കൊടുക്കാം. ടെമ്പറേച്ചറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അതിന് എങ്ങോട്ട് കൊടുക്കുകയാണ്? സെൻസിങ് എലമെൻറ്റിലോട്ട് കൊടുക്കുകയാണ്. ഈ സെൻസിങ് എലമെൻറ്റ് എന്ത് ചെയ്യുകയാണ്? ഈ ഇൻപുട്ടിനെ സെൻസ് ചെയ്യുകയാണ്, അല്ലേ? സെൻസിങ് എലമെൻറ്റ് ഉപയോഗിച്ച് ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ടെമ്പറേച്ചറാണോ പ്രഷറാണോ നോക്കി ആ ഇൻപുട്ട് സെൻസ് ചെയ്യുകയാണ്. എന്നിട്ട് അത് എങ്ങോട്ട് കൊടുക്കുന്നു? ഈ സെൻസിങ് എലമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് സെൻസർ ഔട്ട്പുട്ട്. നമ്മൾ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റിലോട്ട് കൊടുക്കുന്നു. ഈ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ സെൻസിങ് എലമെൻറ്റിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റിലോട്ട് കൊടുക്കുന്നു. ഇത് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് തരുന്നു. ഇലക്ട്രിക്കൽ സിഗ്നൽ ഔട്ട്പുട്ടായിട്ട് തരുന്നു. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ട്രാൻസ്ഡ്യൂസറിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഒരു സെൻസിങ് എലമെൻ്റ് ഉണ്ട്, ട്രാൻസ്ഡക്ഷൻ എലമെൻ്റ് ഉണ്ട്. സെൻസിങ് എലമെൻ്റാണ് നമ്മൾ ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറോ പ്രഷറോ അതിന് സെൻസ് ചെയ്യും. അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റിലോട്ട് കൊടുക്കും. ഈ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് ട്രാൻസ്മിഷൻ എലമെൻറ്റ് ഔട്ട്പുട്ട് തരുന്നു. ഇലക്ട്രിക്കൽ സിഗ്നലാണ് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. നമുക്ക് ട്രാൻസ്ഡ്യൂസറിൻ്റെ 5 ക്ലാസിഫിക്കേഷനുണ്ട്. ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എഫർട്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൺ ദി ബേസ് ഓഫ് ട്രാൻസ്ഡക്ഷൻ്റെ ബേസിൽ നമുക്കിതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ എഫർട്ട് യൂസ് ടു കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ബേസിസിൽ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ, അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ്. റെസിസ്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ അത് ബേസ് ചെയ്യുന്ന ഇൻപുട്ട് ക്വാണ്ടിറ്റീനെയാണ്. ഇൻപുട്ട് ക്വാണ്ടിറ്റി ബേസ്ഡ് ഓൺ ഇൻപുട്ട് ക്വാണ്ടിറ്റി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ ഒക്കർ ചെയ്യാണ്. ഇൻപുട്ട് ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്ത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ ഒക്കർ ചെയ്യാണ് റെസിസ്റ്റീവിൽ. എക്സാമ്പിൾ പറയാമോ? റെസിസ്റ്റീവിലെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജ് ഒരു എക്സാമ്പിളാണ്. നമ്മൾ റെസിസ്റ്റീവിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് സ്ട്രെയിൻ ഗേജ്. ഇതിലെന്താ നടക്കുന്നത്? സ്ട്രെയിൻ ഗേജിൽ എന്ന് പറയുമ്പം നമ്മുടെ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോപ്പർ എലമെൻ്റ് ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ എലമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെയിനിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിൾ, സ്ട്രെയിൻ ഗേജ്. ഓക്കെ,
രണ്ടാമത്തേതാണ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പം നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ ബേസ് ചെയ്തിരിക്കും. നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുമ്പം സെൽഫ് ആവാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആവാം. ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വേരി ചെയ്യുകയാണ്. അപ്പോൾ ഇൻഡക്റ്റീവിടെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ LVDT, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. ഓക്കെ, ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പം ഇൻപുട്ട് സിഗ്നൽ ബേസ്ഡ് ഓൺ ദി ഇൻപുട്ട് സിഗ്നൽ സെൽഫ് ആവാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ ആവാം, എന്ത് ചെയ്യുകയാണ്, വേരി ചെയ്യുകയാണ്. അതിൻ്റെ എക്സാമ്പിളാണ് LVDT. ഓക്കെ, LVDT മെയിൻലി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? LVDT യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇറ്റ് ഇസ് യൂസ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. LVDT നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, മെഷർമെൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിലാണ് നമ്മുടെ LVDT യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുമ്പോൾ LVDTയിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ ഇൻപുട്ട് സിഗ്നലിനെ ബേസ്ഡ് ഓൺ ദി ഡിസ്പ്ലേസ്മെൻറ്റിനെ ബേസ് ചെയ്ത് സെൽഫ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ട്രാൻസ്ഡ്യൂസർ വേരി ചെയ്യുകയാണ്. മനസ്സിലായോ? അതാണ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. LVDTയുടെ ഇൻപുട്ട് സിഗ്നൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ബേസ് ചെയ്ത് സെൽഫ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ട്രാൻസ്ഡ്യൂസർ വേരി ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ മൂന്നാമത്തേതാണ് കപ്പാസിറ്റീവ്. കപ്പാസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ബേസ്ഡ് ഓൺ ദി ഇൻപുട്ട് ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്ത് കപ്പാസിറ്റൻസ് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ വേരി ചെയ്യുകയാണ്. ഓക്കെ, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദി ഇൻപുട്ട് ക്വാണ്ടിറ്റി ദ കപ്പാസിറ്റൻസ് ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ ഈസ് വേരിയഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ നോക്കാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. പ്രൈമറിയും സെക്കൻഡറിയും ട്രാൻസ്ഡ്യൂസർ. ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിൻ്റെ അകത്ത് രണ്ട് പാർട്ടുണ്ട്. മെക്കാനിക്കൽ പാർട്ടും ഉണ്ട്, ഇലക്ട്രിക്കൽ പാർട്ടും ഉണ്ട്. അതിൽ നമ്മൾ മെക്കാനിക്കൽ പാർട്ടിനെയാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പാർട്ടിനെ നമ്മൾ എന്തോ പറയും? പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. ഇലക്ട്രിക്കൽ പാർട്ടിനെ എന്തോ പറയും? സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, മനസ്സിലായല്ലോ? ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മുടെ മൈക്കിൻ്റെ കേസിനെ ഞാൻ എടുക്കുകയാണ്. മൈക്കിൽ എന്താ നടക്കുന്നത്? മൈക്കിൻ്റെ അകത്ത് നമുക്ക് ഡയഫ്രം ഉണ്ട് അല്ലേ, മൈക്കിൻ്റെ അകത്ത് ഡയഫ്രം ഉണ്ട്. അപ്പോൾ ഈ സൗണ്ട് സിഗ്നലിൻ്റെ ബേസിൽ ഈ ഡയഫ്രം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അതായത് അവിടെ എന്തുണ്ടാവുന്നു? ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു മൂവ്മെൻറ്റ് അല്ലേ, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കർ ചെയ്യുകയാണ്. അതായത് നമ്മുടെ സൗണ്ട് എനർജി എന്ന് പറയുന്നത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്? ഒരു മൂവ്മെൻറ്റിലോട്ട്, അതായത് മെക്കാനിക്കൽ എനർജിയിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. അതാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. ഇപ്പോൾ നമ്മൾ ഈ ഡയഫ്രം കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാണ്? ആക്ച്വലി എന്താണ് നടക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് സർക്യൂട്ടിൽ ലിങ്ക് ചെയ്തു, സർക്യൂട്ട് ചേഞ്ച് ആയി അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ ഡയഫ്രം ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തി. അതായത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡയഫ്രം എന്ന് പറയുന്നത് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റി അല്ലേ. അതിനെ നമ്മൾ എന്ത് പറയും? ഒരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. മനസ്സിലായോ? അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്, മെക്കാനിക്കൽ പാർട്ടും ഉണ്ട്, ഇലക്ട്രിക്കൽ പാർട്ടും ഉണ്ട്. ബെസ്റ്റ് എക്സാമ്പിളാണ് മൈക്ക് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദി സൗണ്ട് സിഗ്നൽ നമ്മുടെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും, അതായത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കർ ചെയ്തു, സൗണ്ട് എനർജി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സർക്യൂട്ട് ചേഞ്ച് ആയി നമ്മുടെ EMF പ്രൊഡ്യൂസ് ചെയ്തു. അതായത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡയഫ്രം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറായിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായല്ലോ? അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, തേർഡ് ക്ലാസിഫിക്കേഷനാണ് ആക്റ്റീവ് ആൻഡ് പാസീവ്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കതിന് വേറൊരു പേരുണ്ട്, സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ആക്റ്റീവ് അല്ലെങ്കിൽ സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ. ഇതിന് എന്താ ആവശ്യമില്ല? ഒരു എക്സ്റ്റേണൽ സോഴ്സോ അല്ലെങ്കിൽ സപ്ലൈയോ ഒന്നും ആവശ്യമില്ല. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ അകത്ത് ഡസ് നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ സോഴ്സ് ഓർ സപ്ലൈ. അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി എക്സ്റ്റേണൽ സോഴ്സോ സപ്ലൈ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആക്റ്റീവിൻ്റെ എക്സാമ്പിളാണ് തെർമോകപ്പിൾ. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറും ആക്റ്റീവിൽ വരുന്നുണ്ട്. ഓക്കെ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ, തെർമോകപ്പിളൊക്കെ ആക്റ്റീവാണ്. അടുത്ത് പാസീവ് ട്രാൻസ്ഡ്യൂസർ. പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പം നമ്മൾ ആക്റ്റീവിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അതിനൊരു എക്സ്റ്റേണൽ സോഴ്സ് അല്ലെങ്കിൽ ഒരു സപ്ലൈ വേണം, ഓപ്പറേഷന് വേണ്ടി ഒരു എക്സ്റ്റേണൽ സോഴ്സ് വേണം. അതിൻ്റെ എക്സാമ്പിളാണ് LVDTയും സ്ട്രെയിൻ ഗേജ് ഒക്കെ പാസീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ടിൻ്റെ ബേസിൽ നമുക്ക് അനലോഗ് എന്നും ഡിജിറ്റൽ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമ്മുടെ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അനലോഗ് ഫോം ആണെങ്കിൽ അതൊരു അനലോഗ് ട്രാൻസ്ഡ്യൂസർ. എക്സാമ്പിൾ LVDT. ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഡിജിറ്റൽ ഫോം, അതായത് സീറോസോ വൺസോ ഒക്കെ ആണെങ്കിൽ അതൊരു ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. ആൻഡ് എക്സാമ്പിൾ ഒപ്റ്റിക്കൽ എൻകോഡർ. മനസ്സിലായല്ലോ? അനലോഗും ഡിജിറ്റലും. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ട്രാൻസ്ഡ്യൂസറും ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറും. ട്രാൻസ്ഡ്യൂസർ എന്താ നമുക്കറിയാം, ഒരു ഡിവൈസാണ്. അതൊരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻവേഴ്സ് എന്തായിരിക്കും? ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ്. ബോത്ത് ട്രാൻസ്ഡ്യൂസറിനും ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറിൻ്റെയും എക്സാമ്പിൾ എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ്. ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നമ്മളൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതൊരു ഔട്ട്പുട്ടിൽ ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതൊരു ട്രാൻസ്ഡ്യൂസറാണ്.
അതുപോലെ തന്നെ നമ്മളൊരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ ഞാനൊരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അതിൻ്റെ ടെർമിനൽസ് അക്രോസ് ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിലും അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതൊരു ഒരു ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മുടെ ട്രാൻസ്ഡ്യൂസറും ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഡ്യൂസറിൻ്റെ വേറൊരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു, ജനറേറ്റർ. ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിൾ മോട്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കുക, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ട്രാൻസ്ഡ്യൂസർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഫസ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷനാണ്, ബേസിക് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഇനി ഓരോന്നായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കുക, നമ്മുടെ സെപ്റ്റംബർ 6 നമ്മുടെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്